വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നോക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ സെക്കൻഡ് സെമ്മായ BA മലയാളമാണ്. അപ്പോൾ വിനിമയ മലയാളവും സർഗാത്മക രചനയുമാണ്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ നോക്കാനുള്ള ടോപ്പിക്കാണ് അപഗ്രന്ഥന കുറിപ്പാണ്. അതായത് അപഗ്രന്ഥന വായന ജസ്വിൻ സിറിയക്കിനെ പറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് BCOമിലും BAയിലും BBAയിലും BSCയിലും ഒരുപോലെ വരുന്നതാണ് കേട്ടോ. ഈ ഒരു അപഗ്രന്ഥന വായന എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഇതെല്ലാവർക്കും കൂടി ചേർന്ന് കാണ്ടാണ് ക്ലാസ് എടുത്ത് തരുന്നത് കേട്ടോ. ഇനി നമുക്ക് പാഠത്തിലേക്ക് പോവാം. ഒരു വിദ്യാർത്ഥി അക്ഷരങ്ങൾ പഠിച്ച് വാക്കുകൾ കൂട്ടിച്ചേർത്ത് വാക്യങ്ങൾ വായിച്ചു തുടങ്ങുന്നത് മുതൽ അവരുടെ വായനാ ജീവിതം ആരംഭിക്കുന്നത്. അത് എങ്ങനത്തെ വായനയായാലാണ് കുട്ടികൾക്ക് രസകരമാവുക? കൗതുകമുണർത്തുന്ന കഥകളിലൂടെയും ആവേശമുണർത്തുന്ന കാവ്യഭാഗങ്ങളിലൂടെയും മറ്റും വായന എന്ന പ്രക്രിയയുടെ പ്രാഥമിക തലം വളരെ ആസ്വദിച്ച് വേണം ആരംഭിക്കാൻ. അല്ലാതെ പ്രൈമറി കാലഘട്ടത്തിൽ വിരുദ്ധമായിക്കാണ്ട് അവരെ പിടിച്ചു വെച്ച് കാണ്ട് പഠിപ്പിക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക, അവർക്ക് ആ ഒരു വായനയോട് വെറുപ്പായിരിക്കും തോന്നൽ കേട്ടോ. മറിച്ച് വായന ജീവിതത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ അവർ അനുഭവിച്ച കൗതുകവും ആവേശവും തുടർന്നുള്ള വായന ജീവിതത്തിലും അവർക്ക് അനുഭവിക്കാൻ പറ്റണം. കാരണം കൗതുകമായിക്കാണ്ട് പഠിപ്പിച്ചാൽ മാത്രമേ തുടർന്ന് അവർക്ക് നല്ല രീതിയിൽ പിന്നെ വായിക്കാനുള്ള ആ ഒരു കൗതുകം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ വായനയുടെ പ്രാധാന്യത്തെ പറ്റിയോ അല്ലെങ്കിൽ ആവശ്യകതയെ പറ്റിയോ ഒന്നുമല്ല ഇവിടെ പറയണത്. പിന്നെ എന്തിനെ കുറിച്ചാണ്? വായനയുടെ ലക്ഷ്യത്തെ പറ്റിയും അതേപോലെ വായനക്ക് വിവിധ തലങ്ങളുമുണ്ട്, അതിനെ പറ്റിയാണ് ഈ ഒരു അപഗ്രന്ഥനത്തിൽ കുറിക്കുന്നത് കേട്ടോ. ഇനി പറയാൻ പോകുന്നത് വായനയുടെ ലക്ഷ്യങ്ങളെ പറ്റിയാണ്. അതായത് പ്രാഥമികമായി വിജ്ഞാന സമ്പാദനം, അതായത് അറിവ് സമ്പാദിക്കുക, ചിന്തയുടെ വികാസം എന്നിവയൊക്കെ വായനയുടെ ലക്ഷ്യങ്ങളായി പറയാം. എന്നാലും അപ്പോൾ ഈ കുറേ വേറെ ഗുണങ്ങൾ വായനയ്ക്ക് അവകാശപ്പെടാം. അപ്പോൾ ലോകത്തെയും അതിൻ്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മാറ്റങ്ങളെയും മനസ്സിലാക്കി സ്വന്തമായ ഒരു ജീവിത രീതി ക്രമീകരിക്കുവാൻ വായന സഹായിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ വായന നമുക്ക് മാത്രമല്ല സമൂഹത്തെയും സഹായിക്കുന്നുണ്ട്. പിന്നെ ചുരുക്കത്തിൽ ലോകത്തിലെ വിപ്ലവകരമായ പല മാറ്റങ്ങളുടെ പിന്നിലും വായനയുടെ ആ ഒരു കരുത്തുറ്റ പിൻബലം ഉണ്ടായിരുന്നു എന്നതാണ്. അങ്ങനെ അപ്പോൾ പല വിപ്ലവകരമായ ആ ഒരു സാഹചര്യത്തിൽ വായിക്കുന്നവർക്കാണ് സിദ്ധാന്തം ഉണ്ടായിരുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇനി വായനയുടെ വിവിധ തലങ്ങൾ എന്താ നോക്കാം. അപ്പോൾ കൗതുകത്തോടെയും ആകാംക്ഷയോടെയും വായനയുടെ ലോകത്ത് പ്രവേശിച്ച് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതിനിടയിൽ വിവിധ തലങ്ങളിലൂടെ നാം കടന്നു പോകുന്നു. അപ്പം അതായത് നമ്മൾ ആദ്യം എന്താ പഠിക്കുക? അക്ഷരങ്ങളാണല്ലേ. അങ്ങനെ നമ്മൾ പഠിച്ചാണ് നമ്മൾ ശരിക്കൊരു മലയാളമൊക്കെ വായിക്കാൻ വേണ്ടി പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിന് 4 ഘട്ടങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഘട്ടമാണ് പ്രാഥമിക വായന, രണ്ടാമത്തെ പരിശോധന വായന, മൂന്നാമത്തെ അപഗ്രന്ഥന വായന, നാലാമത്തെ അഗാധ വായന. ഇനി ഇത് 4 നമുക്ക് വിശദീകരിച്ച് കണ്ട് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ തലമാണ് പ്രാഥമിക വായന. അപ്പോൾ വായന ജീവിതത്തിൻ്റെ ആദ്യ ഘട്ടമാണ് പ്രാഥമിക വായന. അപ്പോൾ പല കാര്യങ്ങളും ഈ ഒരു ഘട്ടത്തിൽ നേടേണ്ടതുണ്ട്. വലിയ ഒരു യാത്രയുടെ തുടക്കമാണ് ഈ ഒരു ഘട്ടത്തെ വിലയിരുത്താം. അപ്പോൾ പദങ്ങൾ പരിചയപ്പെടുക എന്നതാണ് ഈ ഒരു ഘട്ടത്തിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പല ചിത്രങ്ങളിലൂടെയും മറ്റും പദങ്ങളുടെ ലോകത്തേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ വേണ്ടത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ആ ഒരു തുടക്കത്തെയാണ് അല്ലെങ്കിൽ ആ സ്റ്റാർട്ടിങ്ങിൽ ആ ടൈമിനെയാണ് പ്രാഥമിക തലം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു തലത്തിൽ ഭയങ്കര സിമ്പിളായിക്കാണ്ട് ചിത്രങ്ങളും പിന്നെ അതേപോലെ അക്ഷരങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവല്. അപ്പോൾ ഈ ഒരു സംഭവത്തിനാണ് പ്രാഥമിക വായന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഘട്ടത്തെ പിരമിഡിൻ്റെ അടിത്തറ പണിയുന്നത് പോലെയാണ് ഇതിനെ ഉപമിക്കുന്നത്. അതിൻ്റെ നിലനിൽപ്പും വളർച്ചയും ഈ ഒരു അടിത്തറയെ ആശ്രയിച്ചിരിക്കുന്നത്. അതായത് ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ ഒരു കുട്ടിയുടെ തുടക്കം എങ്ങനെയാണോ അതുപോലെ ഇരിക്കും തുടർന്നില്ലേ ആ ഒരു പഠനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് പ്രാഥമിക വായന എന്ന് പറയുന്നത്. ഇനി നമുക്ക് പരിശോധന വായന എന്താണെന്ന് വിശദീകരിച്ച് നോക്കാം. വായനാ ജീവിതത്തിലെ രണ്ടാമത്തെ ഘട്ടമാണ് പരിശോധന വായന. പ്രാഥമിക തലത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു പുസ്തകത്തിൻ്റെ ഏകദേശ അർത്ഥം നിശ്ചയിച്ച സമയത്തിൽ മനസ്സിലാക്കാൻ വിദ്യാർത്ഥിയെ പ്രാപ്തരാക്കുന്ന ഘട്ടമാണിത്. പിന്നെ അതേപോലെ വിശാല ലോകത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയായി ഈ ഒരു ഘട്ടത്തെ കാണാം.
തലക്കെട്ടുകൾ, പ്രധാന വാക്യങ്ങൾ, രചനാരീതി, ആമുഖം എന്നിവയിലൊക്കെ ഈയൊരു ഘട്ടത്തിൽ കൂടുതലായി ശ്രദ്ധിക്കുന്നു. പുസ്തകത്തിന്റെ അപഘടനയെക്കുറിച്ചും പങ്കുവെക്കുന്ന ആശയത്തെക്കുറിച്ചുമുള്ള ഏകദേശ ധാരണ മനസ്സിലാക്കുക എന്നതാണ് ഈയൊരു ഘട്ടത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന വഴികളെ കുറിച്ച് പോകുന്നതിനു മുൻപ് മനസ്സിലാക്കുന്നത് പോലെയാണ് ഈ ഒരു പരിശോധന വായനാ ഘട്ടം എന്ന് പറയുന്നത്. അതായത് പ്രാഥമിക തലത്തിൽ നമ്മൾ പഠിച്ച അക്ഷരങ്ങളൊക്കെ ചെറുതായി കൂട്ടി വായിക്കാൻ തുടങ്ങുന്ന ഒരു ഘട്ടമാണ് പരിശോധന വായന എന്ന് പറയുന്നത്. ഈ മൂന്നാമത്തെ ഘട്ടമാണ് അപഗ്രന്ഥന വായന. അതായത് വായനയുടെ പക്വത വെളിവാക്കുന്ന ഘട്ടമാണിത്. പിന്നെ ഈ ഒരു ഘട്ടത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് വായനക്കാരൻ മനസ്സിലാക്കുന്നു. പിന്നെ പാഠം, അഭിപ്രായങ്ങൾ, ആശയങ്ങൾ, ഗ്രന്ഥകാരന്റെ ലക്ഷ്യം എന്നിവ ഇവിടെ വിശദമായി മനസ്സിലാക്കുന്ന ഘട്ടമാണിത്. പിന്നെ അതേപോലെ തന്നെ ഒരേ സമയം അന്വേഷകനും പിന്നെ അതേപോലെ വിധികർത്താവുമാകുന്ന ഘട്ടമാണ്. കാരണം ഒരു കാര്യം അന്വേഷിക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഘട്ടമാണ് എന്ത് അപഗ്രന്ഥന വായന എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിൽ. പിന്നെ അതേപോലെ തന്നെ അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും മറ്റും ഔദ്യോഗിക മേഖലകളിലും പ്രാബല്യത്തിൽ വെളിവാക്കുവാൻ ഇത്തരത്തിലുള്ള വായന നമ്മെ പ്രാപ്തരാക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുകയും ദഹിപ്പിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ് ഈ അപഗ്രന്ഥത വായന എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിൽ. കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ അത് ഇന്നതാണെന്ന് മനസ്സിലാക്കാൻ നമ്മളെക്കൊണ്ട് പറ്റും. അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഇത് ഇന്നതാണ് ഇതിൽ എഴുതിയിരിക്കുന്നതും വായിക്കാൻ അപ്പം തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു ഘട്ടത്തിനെയാണ് അപഗ്രന്ഥന വായന എന്ന് പറയുന്ന ഘട്ടം. ഇനി നാലാമത്തെ ഘട്ടമാണ് അപ്പോൾ അഗാധ വായന. അതെന്താ നമുക്ക് വിശദീകരിച്ച് നോക്കാം. അതായത് വായനാ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന ഘട്ടമാണിത്. കാരണം നമ്മളെല്ലാം പഠിച്ച് കഴിഞ്ഞതിന്റെ ശേഷമുള്ള ഘട്ടമാണ് അഗാധ വായന എന്ന് പറയുന്നത്. നമ്മുടെ അക്ഷരങ്ങളും കൂട്ടി വായിക്കലും നമുക്ക് എഴുതാനും വായിക്കാനൊക്കെ നല്ല രീതിയിൽ പഠിക്കുന്ന ഘട്ടമാണ് അഗാധ വായന. അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ചുള്ള വിവിധ എഴുത്തുകാരുടെ ആശയങ്ങൾ ക്രോഡീകരിച്ച് നിഗമനത്തിൽ എത്തുകയാണ് ഇവിടെ. അതായത് ഇപ്പൊ നമുക്കൊരു ലേഖനമൊക്കെ വായിക്കാനുണ്ടെങ്കിൽ അത് ആരാണ് എഴുതിയത് അല്ലെങ്കിൽ അതിൻ്റെ ആശയം എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഘട്ടമാണ് അഗാധ വായന എന്ന് പറയുന്നത്. അപ്പോൾ വിവിധ പുസ്തകങ്ങളിൽ നിന്ന് തനിക്ക് ആവശ്യമായത് മാത്രം സ്വീകരിച്ച് വിശകലനം ചെയ്ത് തൻ്റെ വിഷയത്തെ കൃത്യമായി അവതരിപ്പിക്കുക എന്നതാണ് ഈ ഘട്ടത്തിന്റെ ലക്ഷ്യം. അതുപോലെ അക്കാദമിക മേഖലകളിലും ഗവേഷണ രംഗത്തും അഗാധ വായന വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് തലങ്ങളെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ഉപന്യാസം, ലേഖനം, നിരൂപണം ഇത് മൂന്നും എന്താന്ന് വിശദീകരിച്ച് നോക്കാം. ഉപന്യാസം, ലേഖനം, നിരൂപണം ഇത് മൂന്നെണ്ണം നോക്കുമ്പോൾ ഒരേപോലെ തോന്നും. പക്ഷെ ഒരേപോലെ അല്ല, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഈ മൂന്നെണ്ണം. അത് വിശദീകരിച്ച് നോക്കാം. ഇനി ഉപന്യാസം എന്താണെന്ന് നോക്കാം. ഇംഗ്ലീഷ് സാഹിത്യവുമായുള്ള പരിചയത്തെ തുടർന്നാണ് മലയാളത്തിൽ ഉപന്യാസ ശാഖ ഉണ്ടായത്. ഇതൊരു ഗദ്യ സാഹിത്യ രചന കൂടിയാണ്. കാരണം എന്താ ചോദിച്ചാൽ ഇത് ഗദ്യം എന്ന് പറയുന്നത് കുറിപ്പ്, ലേഖനം ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിക്കാണ്ടാണ്. അപ്പോൾ ഇതെല്ലാം വിശദീകരിക്കുന്നതാണ് ഒരു ഉപന്യാസം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ വിഷയങ്ങൾ അപ്പൊ ലഘുവുമാവാം ദീർഘവുമാവാം. അതായത് ചെറുതും വലുതും വിഷയങ്ങളാവാം. എത്ര വേണമെങ്കിലും നമുക്ക് ഉപന്യാസം എഴുതാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. പത്രങ്ങളുടെയും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെയും പ്രചാരണത്തോടു കൂടിയാണ് ഉപന്യാസ സാഹിത്യം വളർന്നു വരുന്നത്. അപ്പൊ ഫ്രഞ്ച് ഭാഷയിലാണ് ഉപന്യാസത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഫ്രഞ്ചിലാണ് ആദ്യമായിക്കാണ്ട് ഉപന്യാസം ഉണ്ടായത്. അതിന്റെ ശേഷമാണ് മലയാളത്തിലേക്കൊക്കെ ഉപന്യാസം വന്നത്. ഉപന്യാസ രചനയുടെ അടിസ്ഥാന വിഷയം കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇനി ഉപന്യാസത്തിന്റെ ഘടനയാണ് പറയുന്നത്. ആദ്യം ആമുഖം, പിന്നെ മദ്യം, അവസാനം ഉപസംഹാരം. ആമുഖത്തിൽ ചേർക്കൽ വിഷയത്തിന്റെ പ്രസക്തിയും അവതരണത്തിന്റെ ലക്ഷ്യവുമാണ്. അവതരണ രീതി നന്നായാൽ മാത്രമേ തുടർന്ന് വായിക്കാൻ താല്പര്യമുണ്ടാവുകയുള്ളൂ. അപ്പോൾ വിഷയത്തിന്റെ കൃത്യമായ വിശദീകരണമാണ് മധ്യഭാഗത്ത് ചേർക്കേണ്ടത്. അതുപോലെ ഉദാഹരണങ്ങൾ ഉപന്യാസത്തെ കൂടുതൽ മികച്ചതാക്കുന്നു. അവസാനം ഉപസംഹാരം എല്ലാം കൂടി ചുരുക്കി പറയലാണ്. ഇനി പ്രധാന ആശയങ്ങളും ലേഖാഭിപ്രായവും ഇവിടെ ചേർക്കാവുന്നതാണ്. ഒരു ഖണ്ഡികയിൽ ഉപസംഹാരം ചുരുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഉചിതം എന്ന് പറയുന്നത്. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഉപന്യാസത്തെ പറ്റി പറയാനുള്ളത്. ഇനി ലേഖനത്തെ പറ്റി നോക്കാം.
അപ്പൊ ലേഖനം വായനക്കാരെ അറിയിക്കുക, പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ രസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കുന്ന ഒരു പ്രക്രിയയാണ് ലേഖന രചന എന്ന് പറയുന്നത്. അതേപോലെ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിനോ വസ്തുക്കൾ പങ്കുവെക്കുന്നതിനോ വാദങ്ങൾ അവതരിപ്പിക്കുന്നതിനോ കണ്ടെത്തലുകൾ വിവരിക്കുന്നതിനോ ഒക്കെ ലേഖന രചനയിൽ ചെയ്യാവുന്നതാണ്. പിന്നെ പത്രപ്രവർത്തനം, അക്കാദമിക് മേഖല, ബ്ലോഗിംഗ് തുടങ്ങിയ വിവിധ ഇടങ്ങളിൽ അപ്പോൾ ലേഖനങ്ങൾ കാണപ്പെടുന്നു. പിന്നെ വായനക്കാരന് ഒരു പ്രത്യേക വിഷയത്തിൽ ഉൾക്കാഴ്ച നേടാൻ സാധിക്കുന്നുവെന്നത് ലേഖനത്തിന്റെ മേന്മയാണ്. ഇനി ലേഖനത്തിന്റെ ഘടന നോക്കാം. തലക്കെട്ട്, ബൈലൈന്, ആമുഖം, ബോഡി, ഉപസംഹാരം എന്നിവയാണ് ലേഖനത്തിന്റെ ഘടന. ആകർഷകമായ ഒരു തലക്കെട്ടാണ് വായനക്കാരനെ ലേഖനത്തിലേക്ക് ആകർഷിപ്പിക്കുന്ന ആദ്യ ഘട്ടം. തലക്കെട്ടിന് തൊട്ടു താഴെയാണ് ബൈലൈൻ കാണപ്പെടുന്നത്. അപ്പോൾ ബൈലൈനിൽ ചേർക്കൽ ലേഖകന്റെ പേരാണ്. പിന്നെ അതേപോലെ ലേഖനത്തിന്റെ ശരീരമാണ് ബോഡി. കൃത്യമായ ഉള്ളടക്കം ഈ ഭാഗത്താണ് ചേർക്കേണ്ടത്. അതുപോലെ ചർച്ച ചെയ്ത കാര്യങ്ങൾ വ്യക്തമായി അവസാനിപ്പിക്കേണ്ടത് ഉപസംഹാരത്തിലാണ്. ഒരു ഖണ്ഡികയിൽ ഉപസംഹരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ലേഖനത്തെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് നിരൂപണം എന്താണെന്ന് നോക്കാം. നിരൂപണം ഒരു സാഹിത്യകൃതി വിശകലനം ചെയ്ത് അതിന്റെ സാഹിത്യപരവും ആന്തരികവുമായ പ്രത്യേകതകൾ വിലയിരുത്തി മൂല്യനിർണ്ണയം ചെയ്യുന്ന ഒരു ക്രിയാത്മകമായ പ്രക്രിയയാണ് നിരൂപണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിരൂപണത്തിന്റെ ലക്ഷ്യം, ഘടന എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ ധാരാളമായി മലയാള സാഹിത്യത്തിൽ നടന്നിട്ടുണ്ട്. കാരണം നിരൂപണം എന്തിനാണെന്നോ അതിന്റെ ഘടന എങ്ങനെയാണെന്നോ ഒന്നുമില്ല നിരൂപണത്തിന്. അതുകൊണ്ടാണ് അതിന്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ സർഗാത്മക രചനകളാണ് മുഖ്യമായും ഇപ്രകാരം നിരൂപണത്തിന് വിധേയമായിരിക്കുന്നത്. ഇനി മലയാളത്തിലെ പ്രസിദ്ധരായ നിരൂപകർ ആരൊക്കെയാണെന്ന് നോക്കാം. കുട്ടിക്കൃഷ്ണ മാരാര്, മുണ്ടശ്ശേരി പി കെ നാരായണ പിള്ള, പിന്നെ കേശരി ബാലകൃഷ്ണ പിള്ള, പിന്നെ എം പി പോൾ, ഇവരാണ് മലയാളത്തിലെ പ്രസിദ്ധമായ നിരൂപകർ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സാഹിത്യ കൃതികൾക്ക് മാത്രമല്ല നിരൂപണം തയ്യാറാക്കൽ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും വെല്ലുവിളികളും ഒക്കെ നിരൂപണം തയ്യാറാക്കാറുണ്ട്. അതിനെയാണ് സാംസ്കാരിക നിരൂപണം എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ സാംസ്കാരിക നിരൂപണങ്ങൾ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചാണ് ഇവിടെ പഠന വിധേയമാക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിരൂപണത്തെ പറ്റി പറയാനുള്ളത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ അടുത്ത പാഠത്തിനെ പറ്റിക്കാണ്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക. അതിലായിരിക്കും ഞാൻ ഇതിൻ്റെ നോട്ട്സും കാര്യമൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്.